ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. നല്ലൊരു ബഡ്ജറ്റല്ല കിട്ടിയതെന്ന് തന്നെ പറയണം. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഊന്നൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് മാനുഫാക്ചറിങ് എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് പോയിരുന്നെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10,000 crore ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ എന്നുള്ളൊരു സെക്ടറുമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാ എക്കോണമിയെയും ബന്ധപ്പെടുത്തി ഒരു സംഭവം അവിടെ വന്നില്ല. ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ വന്നത്. എന്നാൽ നമ്മൾ സാധാരണ കണ്ട ബഡ്ജറ്റിനേക്കാളും അതിൻ്റെ പിന്നിൽ കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടാണ്. എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് നോക്കിയാൽ അത് വളരെ ശോകമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അനൗൺസ് ചെയ്താലും ഇത് എത്ര ശതമാനത്തോളം അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവാണ് അത് പറയുക എന്ന് പറയുന്നത്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ പഠിച്ച് തീർന്ന ഗ്രാജുവേറ്റ്സിന് ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടൊരു 40,000 crore എങ്ങാണ്ടൊരു പദ്ധതി അവിടെ സെറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ 5% 10% പോലും അറ്റൈൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം അവിടെ കണ്ടു. സോ ഇതുപോലെ ഇപ്പോൾ ഈ നമ്മുടെ ഫാർമയുടെ ആണെങ്കിലോ ഇല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ആണെങ്കിലോ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നടപ്പിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിൻ്റെ നല്ലൊരു ശതമാനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അത് തന്നെ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. ബാക്കി ബഡ്ജറ്റിലെ ബാക്കിയൊന്നിനും കാര്യമായിട്ടുള്ളൊരു മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കണ്ടില്ല. പിന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒട്ടുമുക്കാൽ പേരും ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ്ലി നിൽക്കുന്ന ആൾക്കാർ F&O ട്രേഡേഴ്സാണ്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ബഡ്ജറ്റ് സംസാരിക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ടാക്സ് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു. അതായത് മാനിപ്പുലേഷൻ ഇല്ലെങ്കിൽ F&O ട്രേഡേഴ്സ് ഒരുപാട് പേര് കാശ് ലൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവം വച്ചിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ടാക്സ് ഇൻക്രീസ് ചെയ്തത് കാരണം അത് കേട്ട് പാനിക്കായിട്ട് മാർക്കറ്റ് ഇന്നലെ വീണ്ടും ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തു. എന്നാൽ അവിടെ സംഭവിച്ച മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്റ്റോക്കുകളായിട്ടുള്ള 1-2 സ്റ്റോക്കുകൾ നന്നായിട്ട് താഴെ പോയി. SBI ഒക്കെ താഴെ പോയി, മെറ്റൽ സെക്ടേഴ്സ് താഴെ പോയി. സോ കളക്റ്റീവ്ലി ഒരു നല്ലൊരു സെൽ ഓഫ് അവിടെ സംഭവിച്ചു. അപ്പോൾ ഒരു റിവൈവ്നെസ് മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഒരു തിരിച്ചു വരവിൻ്റെ പദവിൽ എന്നൊരു സംഭവം അവിടെ കണ്ടില്ല. ഇന്ത്യയുടെ റുപ്പി നിരക്ക് ഇന്ന് 92 രൂപയിൽ നിൽക്കുകയാണ്. അതായത് വളരെ ഹൈയിൽ നിൽക്കുന്ന ഇന്ത്യൻ മണി പിടിച്ചു നിർത്താൻ അവിടെ ഒരു ഡിസിഷനും എടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇതൊക്കെയായിരുന്നു. അഗ്രികൾച്ചറിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ഹബ്ബായിട്ട് മാറ്റുക, അതിനുള്ള എല്ലാ എഫേർട്ടും എടുക്കുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ FIIസിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ലിറ്ററലി ഒരു 8 മിനിറ്റിനകത്ത് പറഞ്ഞു തീർക്കാൻ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. വളരെ കുറച്ച് നല്ല കാര്യങ്ങളില്ല എന്നുള്ളതല്ല, ഉണ്ട്. പക്ഷേ നമ്മളെ നേരിട്ട് ബാധിക്കുന്നതൊന്നുമില്ലായിരുന്നു. അത് കാരണം തന്നെ മാർക്കറ്റ് നന്നായിട്ട് ക്രാഷായി. ഓക്കെ, ഇനി നമ്മുടെ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു പേഴ്സണൽ ഒരു ആവശ്യത്തിനിടയിലായിപ്പോയി. അത് കാരണം വളരെ വലിയൊരു പൊസിഷൻസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ്നെസ് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ മാർക്കറ്റിൽ സ്വിംഗ് പൊസിഷൻസ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ സ്വിംഗ് പൊസിഷനിൽ നേരിയൊരു താഴേക്ക് പോക്ക്, ഒരു 1% മേളിൽ താഴോട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ താഴേക്ക് പോകുന്നത് മാർക്കറ്റ് മേളിലോട്ട് പോയാലും താഴോട്ട് പോകാനും
ഹെഡ്ജ് ചെയ്യാനുള്ള പൊസിഷൻസും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് താഴെ പോകുന്നത് കണ്ടിട്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്ന രീതിക്കുള്ളൊരു പുട്ട് ഓപ്ഷൻ അവിടെ എടുത്തിരുന്നു. ആദ്യം മാർക്കറ്റ് കയറും, നിങ്ങൾ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള സാധ്യത കണ്ടിട്ട് ഒരു കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിരുന്നു. കോൾ ഓപ്ഷൻ പൊസിഷൻസ് ഉണ്ടായിരുന്നു. അത് ഒരു 40 പോയിൻറ്റോളം മേളിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും ബൈയിങ് പ്രൈസിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ബൈയിങ് പ്രൈസിൽ അതിനെ ഒഴിവാക്കി. അപ്പോൾ എന്തുകൊണ്ട് കയറുന്നില്ല എന്ന് നോക്കുമ്പോൾ അത് പിന്നീട് അത് താഴേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോ താഴേക്ക് പോകുമ്പോഴേക്കും അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ 1% താഴെ പോകുമ്പോഴേക്കും അവിടെ ഒരു ഹെഡ്ജിങ് പൊസിഷനായിട്ട് ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് വച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ എടുക്കുന്നതാണ് ഓൺ മാർക്കറ്റിൽ. അവിടെ നമ്മുടെ പോർട്ട്ഫോളിയോ 1% ഡൗൺ ആയപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ പിയുടെ കോൾ ഓപ്ഷൻ വളരെ നല്ലൊരു റിട്ടേൺ തന്നു. സോ ലിറ്ററലി അതും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് പോയി. അപ്പോൾ അതിൽ കൂടുതൽ എപ്പോഴും ഓപ്ഷൻ അങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുത്ത് അതിനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബിക്കോസ് ടാർജറ്റ് എന്ന് പറയുന്നത് 24,800 റേഞ്ചിലായിരുന്നു അതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് സിംഗിൾ ക്യാൻഡിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോഴേക്കും പ്രീമിയത്തിൽ ഭയങ്കര സ്പൈക്കാണ്, നല്ല പ്രോഫിറ്റിലായിരുന്നു. അപ്പോൾ പിന്നെ അതിനങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എന്നാൽ യഥാർത്ഥ നമ്മുടെ സ്വിംഗ് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ അതും ഇതും ടാലി ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പോർട്ട്ഫോളിയോ കവറപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേര് എന്താണ്? ഹെഡ്ജിങ് ആണല്ലേ യൂഷ്വലി നമ്മുടെ ഹെഡ്ജ് ചെയ്യുന്നത്. ഹെഡ്ജിങ്ങിന് ശേഷം തിരിച്ച് മാർക്കറ്റ് പെട്ടെന്നൊരു ബൗൺസിങ് കാണുമ്പോൾ ശരി, ആക്ച്വലി നമ്മളൊരു സ്കാൽപ്പിംഗ് ട്രേഡറാണ്. അപ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെടുത്ത പ്രോഫിറ്റിൻ്റെ 50% റിസ്ക് എടുത്തുകൊണ്ട് അടുത്തൊരു പൊസിഷൻ ബിൽഡ് ചെയ്തു. കോൾ ഓപ്ഷൻ പൊസിഷൻ ബിൽഡ് ചെയ്യും. അതിനകത്തും അത്യാവശ്യം ഒരു 150 പോയിൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെയും ക്ലോസ് ചെയ്തിട്ട് അന്നത്തെ ദിവസം തന്നെ നിർത്തി. ബിക്കോസ് വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിലായിരുന്നു. സോ ലാഭത്തിൽ എത്തുക എന്നുള്ളത് ഒറ്റ ദിവസത്തിൽ ഞാൻ ആ ഗ്രൂപ്പിനുള്ളിൽ ഒറ്റ കാര്യമേ പറഞ്ഞിരുന്നു. ബഡ്ജറ്റ് ദിവസം ആണ് ഒരു മനുഷ്യൻ റിച്ച് ആവുന്നത് എന്നുള്ള ഒരു പരിപാടി ഇല്ല. എല്ലാ ദിവസവും പോലെ ഒരു ദിവസമാണ് കുറച്ചുകൂടെ വോളറ്റൈലിറ്റി കാണും. അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഒരു 5,000 എടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 6,000 8,000 10,000 ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, പോയെന്നും ഇരിക്കാം. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ കൃത്യമായിട്ടുള്ള ഒരു SL കീപ്പ് ചെയ്തു. ഗ്രൂപ്പിനകത്ത് അത്യാവശ്യം നല്ല ട്രേഡ്സ് എടുത്തു, പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ട് ഇട്ടു. മാർക്കറ്റ് പിന്നെ റിക്കവർ ചെയ്തു എന്നുള്ളത് കൂടെ ഉണ്ട്. ഒറ്റ വീഴ്ചയിലാണെങ്കിൽ ചിലപ്പോൾ പകുതി പേര് ഒരു ഡയറക്ഷനിലായി പോയേനെ, രണ്ട് സൈഡിലും പോയത് കാരണം ഒരു അത്യാവശ്യം എല്ലാവരും ട്രേഡേഴ്സിന് ലാഭത്തിലെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. വളരെ സന്തോഷം കണ്ടതിൽ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ചാർട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരുപാട് ഡേറ്റ സംസാരിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഒറ്റ കാര്യം നോക്കുക. മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് ഒരു ലോ തട്ടി നിൽക്കുമായിരുന്നു അല്ലേ. ഇതാണ് ആ ഒരു ലോ എന്ന് പറയുന്നത് അല്ലേ. 25,000 താഴേക്ക് വരുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വന്നു, തിരിച്ചതുപോലെ കയറി പോയിട്ടുണ്ടല്ലേ. എന്നാൽ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത് 25,800 റേഞ്ചിൽ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ 800 ഹിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പൊസിഷൻ ബുക്ക് ചെയ്തു. കാരണം നമ്മൾ 25,240 ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പൊസിഷൻ ചിന്തിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 25,240, 100, 25,000, 25,880, 24,800 റേഞ്ചിലാണ്. അപ്പോൾ കൃത്യമായിട്ട് 800 എന്നല്ല, പ്രീമിയത്തിനകത്ത് മാന്യമായിട്ട് ലാഭം കിട്ടിയപ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ക്യാൻഡിൽ താഴേക്ക് പോയപ്പോഴേക്കും പൊസിഷൻ ഒഴിവാക്കി. അതേ സിറ്റുവേഷൻ തന്നെ ഇന്ന് മാർക്കറ്റ് അടുത്തൊരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 24,800 എന്നുള്ളതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് മേളിൽ വന്ന് തിരിച്ച് കയറി പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വലിയ പ്രശ്നമില്ലാണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കിതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, 24,800 എന്ന നമ്പർ. അപ്പോൾ മാർക്കറ്റ് തിരിച്ചിന്ന് ഓപ്പൺ ചെയ്യുന്ന ഇതിന് മേളിലേക്കാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് പതുക്കെ സ്ലോ റിക്കവറിക്ക് സാധ്യതയുണ്ട്. ഓട്ടോ സെയിൽസ് ഡേറ്റ നല്ലതാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ റിസൾട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നല്ല റിസൾട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഗുഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 24,800 മേളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും കാമായിട്ടുള്ളൊരു ഏരിയ, ഇപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി 24,600 താഴേക്ക് നമ്മൾ പോയാൽ മാർക്കറ്റ് 24,000 അതിന് താഴേക്കും ഒക്കെ പോകാൻ 23,800 പോകാനുള്ള സാധ്യതയുണ്ട്. സോ
പോർട്ട്ഫോളിയോ താഴേക്ക് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പൊസിഷൻ ബിൽഡ് ചെയ്യുക. അറിയാത്ത വ്യക്തിയാണെങ്കിൽ മാർക്കറ്റിൽ ജസ്റ്റ് പൊസിഷൻസ് കട്ട് ഡൗൺ ചെയ്യുക. ഒരു 100 ക്വാണ്ടിറ്റി ഉള്ള സ്റ്റോക്കിൽ ഒരു 30-35 ക്വാണ്ടിറ്റി, മാക്സിമം 40 ക്വാണ്ടിറ്റി കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡ് ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഒരു തീരുമാനം അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വീഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത സപ്പോർട്ടായിട്ടുള്ള 24,500 റേഞ്ചിൽ അടുത്തൊരു സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും അത് വീക്കാണ്. 24,240 23,800 അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. സോ അതിലേക്കായിരിക്കും ഹെഡ് ചെയ്ത് പോവുക. പോർട്ട്ഫോളിയോ സ്ലൈറ്റ്ലി ബെയറിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ഒന്നും പ്രതീക്ഷിക്കാത്തൊരു ബഡ്ജറ്റായിരുന്നു. സൈഡ് വേസ് ബഡ്ജറ്റ് എക്സ്പെക്ട് ചെയ്തപ്പോൾ വീക്കർ ബഡ്ജറ്റ് വന്നു. അത് കാരണം ഒരു 5% അല്ലെങ്കിൽ ഒരു 2-3% മാർക്കറ്റ് താഴേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. അത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലും വീക്കായിട്ടുള്ള ഒരു ഡേറ്റ അവിടെ ഇല്ല. സോ അതിനനുസരിച്ചുള്ള പൊസിഷൻ ബിൽഡ് ചെയ്യുക. സോ ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അത്യാവശ്യം 10 മിനിറ്റ് അടുപ്പിച്ച് ആവാറായിട്ടുണ്ടാകും. അപ്പോൾ ലെവൽസ് നിങ്ങൾക്കറിയാം, 24,600, 24,800, 25,000 എന്ന ലെവല് തന്നെയാണ്. മാർക്കറ്റിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 24,440 അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, 24,240 അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോ ഇത്രയും ലെവൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ അത്യാവശ്യം 6,000 എന്നുള്ളൊരു ലെവലിൽ നിൽപ്പുണ്ട്. ഇത് സ്റ്റിൽ എന്താണ്, ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ക്രൂഡ് ഓയിലിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നാച്ചുറൽ ഗ്യാസ് ബുള്ളിഷ് ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഒരു ട്രെൻഡ് ലൈൻ, ഇപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരും. അപ്പോൾ ട്രെൻഡ് ലൈനിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസിന് ചിന്തിക്കാമെന്നുള്ളതാണ്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400 താഴേക്ക് പൊക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വീക്ക്നെസ്സും ഫീൽ ചെയ്യാം. 396 താഴേക്ക് വന്ന് 384 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ 384, 396, 404, 416 റേഞ്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 424 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 432, 440, 444 ഫൈനൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.